ഈതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ. ചിലത് ഈ പറഞ്ഞ പോലെ റെഫറൻസസ് അവർ തരും. ഇതുപോലെ ആവാത്ത വരുമ്പം അവരുടെ ഒരു നിരാശ അവരുടെ ഫേസിൽ വരും. ദർശന സോങ് ചെയ്യുമ്പോൾ എൻ്റെ ഒരൊറ്റ ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ. വിനീതൻ്റെ അപ്പം തന്നെ ദർശന നീ വേഗം പോയി ഒരു സ്പീക്കറും AC എടുക്കാൻ. പലതവണയും എം ജയചന്ദ്രൻ സാറ് കാര്യം പറയാണ്ട് എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറയും, ഇഷാം സെർച്ച് ചെയ്യുന്ന ആൻസറിൻ്റെ സെർച്ചിലാണ് ഞാനിപ്പോഴും. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇപ്പോഴും നോ പറയുന്നത് ഭയങ്കര കുറവാണ്. റിലീസായി കഴിഞ്ഞാൽ ദെൻ ആ സോങ് ഞാൻ കേൾക്കില്ല. AI മെഷീൻ അത് എത്രത്തോളം കൺവിൻസിങ് ആയിട്ട് ചെയ്യുന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം. ഹിഷാം അബ്ദുൾ വഹാബാണ് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ വാ കണ്ണമ്മ തമിഴിൽ സൂപ്പർ ഹിറ്റ് അടിച്ച് നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഈ പുതിയ പാട്ട് വിശേഷങ്ങൾ? ഒത്തിരി സന്തോഷമുണ്ട്. വാ കണ്ണമ്മ എന്ന് പറഞ്ഞ സോങ് എന്താ പറയുക, പ്രേക്ഷകരെല്ലാവരും അത് സ്വീകരിച്ചു. അതിലുപരി അതെൻ്റെ ഫസ്റ്റ് തമിഴ് ഫിലിമാണ്. ആ സോങ് എൻ്റെ ഫസ്റ്റ് ഫിലിമിലെ പാട്ടാണ്. വൺസ് മോർ എന്നാണ് ഫിലിമിൻ്റെ പേര്. അർജുൻ ദാസ്, ആദിത്യ ശങ്കർ ആണ് അഭിനയിക്കുന്നത്. $1 million പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിം, വിഘ്നേഷ് ശ്രീകാന്ത് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഇതിൽ കുറച്ചധികം പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ സോങ് റിലീസാവുന്ന ടൈം ഫെസ്റ്റിവൽ ടൈമൊക്കെ ആയിരുന്നു. പൊങ്കലും കുറേ മാരേജ് സീസണുള്ള സമയത്താണ് ഈ സോങ് ഇറങ്ങുന്നത്. പക്ഷേ ഇത്രയും എന്താ പറയുക, സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ റീൽസിലാണെങ്കിലും ഇത്രയും ഈ പാട്ട് എന്താ പറയുക എല്ലാവരും ട്രെൻഡിങ്ങിലും ഒരുപാട് ആൾക്കാരെ സന്തോഷിപ്പിക്കും എന്നുള്ളത് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായി. ഒരുപാട് സന്തോഷം, ഭയങ്കര സന്തോഷം തോന്നുന്നൊരു പാട്ടാണ് ശരിക്കും. അത് ഭയങ്കര ഒരു ഫെസ്റ്റീവ് മൂഡിലാണ് അത് എടുത്തിട്ടുള്ളത്. താങ്ക് യു. അതിൻ്റെ വീഡിയോയിലും ഇപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, വന്ന് പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ മോള് ഉത്തര ഉണ്ണികൃഷ്ണൻ, ഉത്തരയാണ് അതിൻ്റെ അകത്ത് ഡുവറ്റ് പാടിയിട്ടുള്ളത്. അപ്പം എല്ലാം കൊണ്ടും അത് നന്നായി വന്നു. ഇപ്പം അതിൽ പാടി അഭിനയിക്കാനുള്ള ഒരു കോൾ എടുത്തത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഈ സോങ് ചെയ്തതിന് ശേഷം ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും എല്ലാവരും അഭിപ്രായപ്പെട്ടു നമുക്കൊരു മ്യൂസിക് വീഡിയോ പോലെ ഈ ട്രാക്ക് ചെയ്താൽ അത് സിംഗേഴ്സ് തന്നെ വന്ന് പെർഫോം ചെയ്തിട്ട് അങ്ങനെ ഒരു സോങ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ സോങ് വെച്ചിട്ട് ട്രാക്ക് ചെയ്തതിന് ശേഷം അങ്ങനെയാണ് പിന്നെ ഇഷാമും കൂടി വിഷ്വലിൽ വേണമെന്ന് പറഞ്ഞത്. അത് സിനിമയിലും അങ്ങനെ തന്നെയാണോ? ഇല്ല, സിനിമയിൽ ആക്ച്വലി കഥാപാത്രങ്ങൾ അഭിനയിക്കുന്ന സമയത്തുള്ള പാട്ട് മാത്രമാണ്. പക്ഷേ ഇത് പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ട് റിലീസ് ചെയ്തതാണ്. ക്യാമറയുടെ മുന്നിൽ അങ്ങനെ അഭിനയിക്കാൻ കുറച്ച് നെർവസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് എനിക്ക് തോന്നുന്നൊരു ഒഫീഷ്യൽ ഫിലിം ഷൂട്ടിനൊക്കെ അവിടെ പോയി അങ്ങനെ ഓൺ സ്ക്രീൻ. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് വർഷങ്ങൾക്ക് ശേഷം വിനീതേട്ടൻ്റെ സിനിമയിലൊന്നും മോങ് കാണിച്ചിട്ടുണ്ട്, ഒരു സോങ് പാടാൻ വരുന്നുണ്ട് പ്രണവിൻ്റെ ആ സീനിൽ. അപ്പം അങ്ങനെ ഒരു ഷൈനസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കുറച്ചധികം കഷ്ടപ്പാടായിരുന്നു. ഒരു രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഈ സിംഗിങ് എനാക്ട് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. പക്ഷെ എക്സ്പീരിയൻസ് ആയിരുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ സോങ് വർക്കായത് ഒരുപാട് സന്തോഷം. ഇപ്പോൾ തമിഴിലേക്കൊക്കെ പോകുന്ന കാര്യം പറയുമ്പോഴേ അവിടെയുള്ള പാട്ടിൻ്റെ അല്ലെങ്കിൽ അവിടെ പാട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇമോഷൻസ് കൃത്യമായിട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഇപ്പം പാട്ടിൻ്റെ വരികളും ഒക്കെ ആയിട്ട് ട്യൂൺ ഉണ്ടാക്കാൻ പറ്റുമോ? അതിപ്പോൾ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇമോഷൻസ് കണക്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു തമിഴിൽ ഭയങ്കര ഫ്രീ ഫ്ലോയിങ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ ചെറുപ്പകാലം തൊട്ടേ തമിഴ് സോങ്സ് വളരെയധികം കേൾക്കും. ഇപ്പോൾ റഹ്മാൻ സാറാണെങ്കിലും ഇളയരാജ സാർ, അപ്പോൾ അവരുടെ മ്യൂസിക്കിൽ നമ്മൾ വല്ലാണ്ട് എക്സ്പോസ്ഡ് ആണല്ലോ. അപ്പം അങ്ങനെയുള്ള തമിഴ് സിനിമയിൽ നമ്മൾ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ നമ്മളോട് പറയും ഇന്ന ടൈപ്പ് ഓഫ് സോങ് ആണ് കമ്പോസ് ചെയ്യേണ്ടത്. സിംഗിൾ ഇമോഷനാണ്, ഒന്നെങ്കിൽ പെയിൻ അല്ലെങ്കിൽ അവിടെ ഹാപ്പിനെസ്. മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഇല്ല, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പരിപാടികളില്ല. ഞാൻ വർക്ക് ചെയ്ത സിനിമകളുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഡയറക്ടർ കൂടെ ഇരിക്കും കമ്പോസ് ചെയ്യുമ്പോൾ. വൺസ് മോറിൻ്റെ കേസിൽ ഭയങ്കര ലക്കിയായിരുന്നു. കാരണം ഡയറക്ടർ തന്നെയാണ് ലിറിക്സ് എഴുതുന്നത്, ശ്രീകാന്ത് തന്നെയാണ് ലിറിക്സ് എഴുതുന്നത്. അപ്പോൾ ശ്രീകാന്തിന് മുമ്പ് എഴുതിയൊരു ട്രാക്കാണ് അച്ചച്ചോ എന്ന് പറഞ്ഞ ഹിപ്പ് ഹോപ്പ് തമിഴ് മ്യൂസിക് ചെയ്തൊരു ട്രാക്ക്. തമിഴിനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സോങ് ഉണ്ടായിരുന്നു, അച്ചച്ചോ അച്ചച്ചോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹിറ്റായതാണ് തമിഴ്. അതിൻ്റെ ലിറിക്സൊക്കെ ശ്രീകാന്താണ് എഴുതിയത്. ഇതൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത്. പുള്ളി ഈ സോങ് ഒക്കെ റിലീസായി കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു. ശരിക്കും ഡയറക്ടർ കൂടെ ഉള്ളതാണോ കംഫർട്ടബിൾ ഈ ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത്? അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കൊളാബറേറ്റീവ് എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് ഭയങ്കരമാണ്. അതിപ്പം ഹൃദയം എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഖുഷി, ഹായ് നാന,
ഇപ്പോൾ ഈ വൺസ് മോർ എടുത്ത് നോക്കിയാലും എല്ലാത്തിലും ഒരു കോമൺ ഫാക്ടർ പാഷനേറ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇനി ഒരുപാട് സിനിമകളുണ്ട്, ഞാൻ ചിലത് മാത്രം എടുത്ത് പറയുന്നതേ ഉള്ളൂ. പാഷനേറ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പം മലയാളത്തിൽ ഇനി വരാൻ പോകുന്ന 2-3 സിനിമകളുണ്ട്. അപ്പോൾ അതിൽ അർജുൻ ദാസിൻ്റെ ആദ്യത്തെ മലയാള സിനിമയുണ്ട് വരാൻ പോകുന്നത്. അപ്പോൾ അത് അഹമ്മദ് കബീറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, മധുരത്തിൻ്റെ ഡയറക്ടർ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. പുള്ളീൻ്റെ കൂടെ ഇരുന്ന് നമ്മളിങ്ങനെ കമ്പോസ് ചെയ്ത് വർക്കാവുന്നുണ്ടോ എങ്ങനെയുള്ളതെന്ന് നോക്കും. ക്രിയേറ്റീവ് കാര്യമല്ല. ഇപ്പോൾ ചേട്ടൻ മുമ്പ് ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് ഒരു ഡയറക്ടർ വിളിച്ചിട്ട് ഹിഷാമാണ് എൻ്റെ സിനിമയ്ക്ക് പാട്ടുണ്ടാക്കുന്നത് എന്ന് പറയുന്നതും അതുപോലെ പാട്ടുണ്ടാക്കി നോക്ക് നമുക്ക് ഓക്കെ ആണെങ്കിൽ ചെയ്യാം എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് തരുന്ന രീതിയിൽ ഹിഷാമാണ് എൻ്റെ പാട്ട് ചെയ്യേണ്ടതെന്ന് ആദ്യമായിട്ട് പറയുന്നത് വിനീത് ശ്രീനിവാസൻ തന്നെയാണോ, അതോ അതിനു മുമ്പ് ആരെങ്കിലും ആ ഒരു കോൺഫിഡൻസോടെ വന്ന് സമീപിച്ചിട്ടുണ്ടോ? വിനീതേട്ടനാണ് ഫസ്റ്റ്. എനിക്ക് അതിന് മുമ്പുള്ള സിനിമകൾ ഡെഫിനറ്റ്ലി എല്ലാ ഡയറക്ടേഴ്സും, എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമ എന്ന രാജേഷ് ഏട്ടൻ തൊട്ട് സോൾട്ട് മാംഗോ ട്രീൻ്റെ ഡയറക്ടേഴ്സ് തൊട്ട് അവരായി എടുക്കുന്ന കോളിലാണ് അവരൊരു ഡിസിഷൻ എടുക്കുമല്ലോ, ഓക്കെ ഇന്ന ആളാണ് നമുക്ക് മ്യൂസിക് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഹൃദയം എത്തുന്ന സമയത്ത് വിനീതേട്ടൻ്റെ മനസ്സിൽ നിന്നും വരുന്ന വാക്കുകൾ എനിക്ക് ഭയങ്കര അപ്ലിഫ്റ്റിംഗ് ആയിരുന്നു. കാരണം വിനീതേട്ടനെ അറിയാം എൻ്റെ സ്ട്രഗിള്, ഞാൻ എന്ത് തരത്തിലുള്ള സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് വിനീതേട്ടന് അറിയാം. എത്ര ട്രൈ ചെയ്യുന്നുണ്ട് ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മറ്റ് സിനിമകളിൽ മ്യൂസിക് ചെയ്യുന്ന സമയത്തും വിനീതേട്ടൻ പാടാനും വന്നിട്ടുണ്ട്. അപ്പോൾ വിനീതേട്ടൻ എൻ്റെ ജേർണി അറിയാം. അപ്പോൾ ആ പൊസിഷനിൽ വിനീതേട്ടൻ നീയാണിത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് വല്ലാത്തൊരു ഫീലിംഗാണ്. അപ്പം ആ കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നത് ഏത് ടെക്നീഷ്യനും, മ്യൂസിക് ഡയറക്ടറിനെ മാത്രമല്ല ഏതൊരു കോർ ടെക്നീഷ്യനെയും വിശ്വസിച്ച് നമ്മൾ അവരങ്ങ് ഏൽപ്പിക്കുക, അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഭയങ്കരമായിരിക്കും. ശരിക്കും വിനീത് ശ്രീനിവാസനെ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാണ്? ഞാൻ ആക്ച്വലി വിനീതേട്ടനെ നേരിട്ട് കാണുന്ന തിര ഫിലിമിൻ്റെ റെക്കോർഡിങ്ങിന് ചെന്നൈയിൽ വെച്ച് ഷാനിക്കായൻ്റെയും കൂടെയാണ് ഞാൻ കാണുന്നത്. താഴ്വാരം പാടാൻ പോകുന്ന സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഫേസ്ബുക്ക് വഴി അങ്ങനെ മെസ്സേജ് അയക്കുന്ന അല്ലാണ്ട് നേരിട്ട് അപ്പോഴാണ് കാണുന്നത്. ചേട്ടൻ്റെ ഒരു രീതി കണ്ടിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോഴാണെങ്കിലും തോന്നിയിട്ടുള്ളത് കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, ഒറ്റയ്ക്കിരിക്കാനൊക്കെ കുറച്ചുകൂടി ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ എം ജയചന്ദ്രൻ സാർ പോലെയുള്ള അങ്ങനത്തെ ആളുകളുമായിട്ടും വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു ബന്ധം, അങ്ങനെയുള്ള ആളുകളിലേക്ക് പരിചയമൊക്കെ വരുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു അവരോടുള്ള ആരാധന, മ്യൂസിക്കലായിട്ടുള്ള നമുക്ക് അവരോടുള്ളൊരു മ്യൂസിക്കൽ ലവ് ഉണ്ടാവുമല്ലോ. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പോൾ ഒരു 2-3 ദിവസം മുമ്പും ഔസേപ്പച്ചൻ സാറോട് സംസാരിച്ചിട്ടുണ്ട്. എം ജയചന്ദ്രൻ സാറോടും ഔസേപ്പച്ചൻ സാർ നമ്മുടെ ബെസ്റ്റി എന്ന് പറഞ്ഞൊരു ഫിലിം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പാട്ട് സാർ കമ്പോസ് ചെയ്തൊരു ട്രാക്കുണ്ട്. അപ്പം ആ പാട്ട് കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ ഒരു ലെഗസി ഉണ്ടല്ലോ, എം ജയചന്ദ്രൻ സാറിനെയും ഔസേപ്പച്ചൻ സാറും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ടൈംലെസ് മ്യൂസിക്കിൻ്റെ ആ ലെഗസിയിലൊക്കെ തന്നെയാണ് നമ്മളിപ്പോഴും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോഴും ജീവിക്കുന്നത് ആ ലെഗസിയിലാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ആ ബന്ധം എന്താ പറയാ, അതെ നമുക്ക് എല്ലാവർക്കും അത് അവരൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നതിനൊരു ഈസിനെസ് ഇല്ലല്ലോ. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. വിളിക്കും, സംസാരിക്കും, പിന്നെ അത് എനിക്ക് തരുന്ന ഒരു ഫ്യൂവലാണ്. ഞാൻ ഇപ്പം എം ചന്ദ്രൻ സാറിനെ വിളിച്ചിട്ട് ഇടയ്ക്ക് സംസാരിക്കുമ്പോഴും ചിലപ്പം എൻ്റെ ഉള്ളിലൊരു റീഅഷ്യൂറൻസിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ സാറിനെ വിളിക്കുന്നത്. നമുക്ക് ചിലപ്പം പല കാര്യങ്ങളും ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അതൊരു സ്ട്രെസ്സാവും, ഒരു ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് ശരിയാവുന്നില്ലായിരിക്കും. പല ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം പല ആൾക്കാരെയും കാണുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? അപ്പം നമ്മളെപ്പോലുള്ള സിമിലർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സംവദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും. അപ്പം പലതവണയും എം ജയചന്ദ്രൻ സാറ് കാര്യം പറയാണ്ട് എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറയും, ഇഷാം സെർച്ച് ചെയ്യുന്ന ആൻസറിൻ്റെ സെർച്ചിലാണ് ഞാനിപ്പോഴും എന്നാണ് സാറ് പറയാം. പലപ്പോഴും സ്ട്രെസ് വരുമ്പം സാറ് പറയും, ഇഷാമിന് ഇത്രയും നാളായിട്ട് ആ സ്ട്രെസ്സിൻ്റെ സൊല്യൂഷൻ കിട്ടിയിട്ടില്ലല്ലോ, ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പം ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്സ്. ഇപ്പോൾ ഈ പല ഇൻഡസ്ട്രികളിൽ വർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം തെലുങ്കിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു, അതായത് കുറച്ചുകൂടി അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അല്ല, അസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ, അതായത് പാട്ടിൻ്റെ ട്യൂൺ ഉണ്ടാക്കുന്നതിൻ്റെ ഈസിനെസ് അല്ല, നമുക്ക് അത് കഴിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു എന്നുള്ളത് പറഞ്ഞു. അപ്പം കേരളത്തിലും അതുപോലെ ഒരു കൾച്ചർ വരുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു മാറ്റം ഉണ്ടോ ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ?
എനിക്കറിയില്ല ശ്രീഷ, എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആക്ച്വലി ആദ്യം ഹൈദരാബാദിൽ ഖുഷി ഫിലിമിൻ്റെ കമ്പോസിങ്ങിന് പോകുമ്പോഴാണ് ഈ അസിസ്റ്റൻസും അല്ലെങ്കിൽ അസോസിയേറ്റ്സ് എങ്ങനെയാണ് ഡെലിഗേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അത് എനിക്കതൊരു ഭയങ്കര പുതുമയായിട്ടുള്ള കാര്യമായിരുന്നു. നമ്മുടെ സിസ്റ്റം സെറ്റ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഞാനും പ്രീവിയസ്ലി വർക്ക് ചെയ്തിട്ടുള്ള സാമി യൂസഫിൻ്റെ കൂടെയൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എന്നെയും പുള്ളി അങ്ങനെ തന്നെയാണ് ട്യൂട്ടർ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ തന്നെ വിറ്റ്നസ് ചെയ്യുമ്പോൾ ഒരു ഫീലിംഗ് വേറെയാണല്ലോ. അതിവിടെ മലയാളത്തിൽ കുറവാണ്. കാരണം ഇവിടെ എപ്പോഴും നമ്മൾ സ്വിസ് ആർമി നൈഫാണ്. അതായത് നമുക്കറിയാവുന്ന പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യും. അതൊരു ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു മെൻറ്റാലിറ്റിയാണ്. ഞാനും ആക്ച്വലി അങ്ങനെയുള്ള ഒരാളാണ്. എനിക്കിപ്പം എൻ്റെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിലും മൂപ്പരിപ്പോൾ ഇൻ്റർവ്യൂ കാണുമ്പോൾ ചിരിക്കും. ഇപ്പം റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റിംഗ് വരുന്ന സമയത്ത് ഞാൻ അവനോട് പറയും, നീ അവിടെ ഇരുന്നോ എന്ന് പറയും. എന്നിട്ട് ഞാൻ തന്നെ ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു ആ പ്രോസസ്സിൽ കിട്ടുന്ന ഒരു ആനന്ദം ഭയങ്കരമാണ്. അപ്പം എനിക്കതിൽ ഭയങ്കര ഹാപ്പിനെസ്സാണ്. അങ്ങനെയാണ്, പോസിറ്റീവായിട്ടാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോഴും പല ഫിലിംസ് ചെയ്യുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴും ഡെഫിനറ്റ്ലി യു നീഡ് എ വെരി സ്ട്രോങ് ടീം. നല്ലൊരു ടീമിനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും വളരാൻ പറ്റുള്ളൂ. അത് എനിക്ക് തോന്നി മറ്റ് ഇൻഡസ്ട്രിയിൽ പോയ സമയത്താണ് ആ ഒരു തിരിച്ചറിവുണ്ടായത് എനിക്ക്. ചേട്ടൻ ചെയ്യുന്നതില്ല ആ ഒരു രീതിയിൽ തന്നെയാണോ ചെയ്യുന്നത്? അതെ അതെ. പിന്നെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഹൃദയത്തിന് ശേഷം പിന്നെ ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ. ഖുഷി, ഹായ് നാന, ഇപ്പം എത്തി നിൽക്കുന്ന ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ എന്താ നല്ലൊരു ടീമുണ്ട്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ടീമിനെ ഏറ്റവും നെടുന്തൂണ് വൈഫാണ് ഐഷ, പറയാതിരിക്കാൻ വയ്യ. അത് പല സമയങ്ങളിലാണ് അവളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരിക. അത് ഭയങ്കര ക്രൂഷ്യലാണ്. മിക്ക സിനിമകളുടെയും ഏറ്റവും അവസാന ഘട്ടമൊക്കെ വരുമ്പം എല്ലാവരും ടെൻസ്ഡും സ്ട്രെസ്ഡും ആയിട്ട്, ചിലർക്കൊക്കെ വയ്യാണ്ടാവും മ്യൂസീഷ്യൻസിനൊക്കെ. ആ ടൈമിലൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നിച്ച് നിന്ന് തീർക്കാമെന്നുള്ളതാണ്. അങ്ങനെ വൈഫിനെയാണോ ആദ്യം എല്ലാ ട്യൂണും കേൾപ്പിക്കാറുള്ളത്? പിന്നെ അത് ബൈ നേച്ചർ. കാരണം വീട്ടിൽ തന്നെയാണ് സ്റ്റുഡിയോ. അപ്പം ഞാൻ എന്ത് സാധനം കമ്പോസ് ചെയ്യുമ്പോഴും ഡയറക്ടറിനെ സെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഐഷേൻ്റെ ഫോണിലോട്ട് അയക്കും. പിന്നെ അവൾ കേൾക്കും. ഏതെങ്കിലും ട്യൂൺ എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്നുള്ള അപ്പം തന്നെ ഒരു മറുപടി വരും. ഇവരൊക്കെ ലിസണേഴ്സ് ആണല്ലോ. അപ്പം അങ്ങനെ സാമ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, മുമ്പ് ഗോപി സുന്ദർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചില മ്യൂസിക് ചെയ്യാനായിട്ട് വരുന്ന ഡയറക്ടേഴ്സ് പറയും, ചില റെഫറൻസ് തരുമല്ലോ, ഇന്ന സിനിമയിൽ ഇതുപോലത്തെ ഒരു പാട്ടാണ് വേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ പറയും ആ പാട്ട് പോലത്തതാണ് വേണ്ടത്, ആ പാട്ട് തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അതുപോലെ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം കരയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിലൊരു സ്ട്രെസ് എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു യൂണിവേഴ്സലി ഒരു ആൻസർ പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഡയറക്ടർ എപ്പോഴാണ് ഏറ്റവും ഹാപ്പി ആവുന്നത് അതാണ് എൻ്റെ സന്തോഷം. അതിപ്പോൾ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ചില ഡയറക്ടേഴ്സ് ചിരിക്കില്ല, അവർ ഭയങ്കര ആലോചനയിലായിരിക്കും. അപ്പോൾ എനിക്ക് ഇപ്പോഴൊക്കെ യൂസ്ഡായി. ആദ്യത്തെ സമയത്തൊക്കെ ചില ഡയറക്ടർമാരൊന്നും മിണ്ടൂല. അപ്പോൾ ഞാൻ പറയും, എന്ത് പറ്റി, എന്തെങ്കിലും നമ്മൾ കമ്പോസ് ചെയ്യുന്നത് എന്തെങ്കിലും വല്ല അൺകംഫർട്ടബിൾ ഉണ്ടോ? ഇല്ല, ഞാൻ ഈ സോങ് കേട്ടിട്ട് എൻ്റെ സീനിന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവാണ്. അപ്പോൾ അവർ ആക്ച്വലി ഇൻ പ്രോസസ്സിലായിരിക്കും. ചിലത് ഈ പറഞ്ഞ പോലെ റെഫറൻസസ് അവർ തരും. ഇതുപോലെ ആവാത്ത വരുമ്പം അവരുടെ ഒരു നിരാശ അവരുടെ ഫേസിൽ വരും. അപ്പം നമ്മളെന്താ ചെയ്യുക? ആ ട്രാക്കിനെ പോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് എൻ്റെ വേ ഓഫ് കമ്പോസിങ്ങിൽ അത് വളരെ കുറവാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് ഒട്ടുമിക്കവരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ഇപ്പം വിനീതേട്ടൻ നോക്കിയാലും, ഖുഷീൻ്റെ ഡയറക്ടർ ശിവ നിർവാണ, ഹൈനാന ഡയറക്ടർ ശൗര്യ, വൺസ് മോറിൻ്റെ ഡയറക്ടർ, അപ്പോൾ ഇവരൊക്കെ, ഇപ്പോൾ അഹമ്മദ് കബീർ, അപ്പോൾ ഈ ഡയറക്ടേഴ്സ് എല്ലാവരും ഭയങ്കര വെൽക്കമിങ്ങാണ്. നമ്മൾ ഫ്രഷായിട്ട് എന്ത് സാധനം ചെയ്യുമ്പോഴും അത് വെൽക്കം ചെയ്യാൻ അവർ റെഡിയാണ്. പക്ഷേ എന്നാൽ മറ്റുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇതുപോലെ നമുക്ക് വേണം. അപ്പോൾ ഞാൻ യൂഷ്വലി ഇപ്പം ഈ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പം ഞാൻ ഈ ഡൗട്ട്സൊക്കെ ഇവരോടും ചോദിക്കും, ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്താ ചെയ്യുക. അപ്പോൾ പലപ്പോഴും ഞാൻ പഠിച്ചിട്ടുള്ളത്, അവരെന്തുകൊണ്ടാണ് ആ റെഫറൻസ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് സൊല്യൂഷൻ കിട്ടും. എന്തുകൊണ്ടാണ് ഇവർ ഈ റെഫറൻസ് പറയുന്നത്, എന്താണ് ഇതിൽ അവരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്ത് കാര്യമാണുള്ളത്, പിന്നെ അതിൽ നിന്നിങ്ങനെ ആലോചിച്ചിട്ട് ക്രാക്ക് ചെയ്യാൻ നോക്കും. ചില നേരത്തൊക്കെ ആ ട്രാക്കിൻ്റെ സാമ്യം ഇതൊക്കെ വരും. പക്ഷേ ഞാൻ എപ്പോഴും യൂണിവേഴ്സിൽ നോക്കുന്നത് ആ ഡയറക്ടർ ചിരിക്കുന്നത്, അയാൾ ഹാപ്പിയാണോ, അവിടെ ആ സൊല്യൂഷനാണ്.
ശരിക്കും ഞാൻ ഹൃദയത്തിന് ശേഷം ഇത്തരത്തിലൊരു പ്രശ്നം വന്നിട്ടുണ്ട്, ചേട്ടന് നോ പറയാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ ഹൃദയത്തിന് മുമ്പത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇപ്പോഴും നോ പറയുന്നത് ഭയങ്കര കുറവാണ്. ഞാൻ അതിൻ്റെ ഒരു സ്ട്രെസ്സും ചില നേരത്ത് ഉണ്ടാവാറുണ്ട്. ഞാൻ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് കമ്പോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതേപോലെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ വേറെ. കാരണം ഞാൻ ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു സ്ട്രെസ്സിൽ നിന്നായിരിക്കും സ്റ്റുഡിയോയിൽ വന്ന് ഇരിക്കുന്നത്. അവിടെ ഒന്നും അറിയാത്തൊരു ഡയറക്ടറായിരിക്കും ഇരിക്കുക. അപ്പം ഞാൻ ചിലപ്പോൾ ഹാങ് ഓവർ ആയിരിക്കും, വേറെ ഏതെങ്കിലും വർക്കിൻ്റെ സ്ട്രെസ്സായിരിക്കും. അപ്പോൾ വരുമ്പോൾ ഈ ഡയറക്ടർ ഒന്നും ചെയ്തില്ലല്ലോ, പുള്ളി സമയമൊക്കെ മാറ്റി വെച്ച് വന്നിട്ട് അപ്പോൾ ഉണ്ടാകുന്ന ഒരു പിരിമുറുക്കം ഉണ്ടാകും. അതിനെ ഞാൻ മാനേജ് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് അൺകംഫർട്ടബിലിറ്റി ഇപ്പോൾ അതിനൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് എക്സസൈസ് ചെയ്ത് ശീലമായി. കാരണം എനിക്ക് ഡയറക്ടേഴ്സ് ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കമ്പോസ് ചെയ്ത് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ആക്ച്വലി ലാസ്റ്റ് ഒരു 2-3 years ആയിട്ട് വളരെ കുറവാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് കമ്പോസ് ചെയ്ത ദിവസങ്ങൾ എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. എപ്പോഴും ഡയറക്ടേഴ്സ് ഉണ്ടാവും. എങ്കിലും ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഒക്കെ വരില്ലേ? അപ്പോൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്? അതൊക്കെ നമ്മുടെ പേഴ്സണൽ മെൻ്റൽ സ്പേസ് ആണ് ഈ ബ്ലോക്സ് ഒക്കെ. അത് മറ്റുള്ള ഒരു ടേർഷറി ആയിട്ടുള്ളൊരു ആളുടെ ഇമ്പാക്റ്റ്ഫുൾ ആവില്ല. നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് നമുക്ക് ബ്ലോക്ക് വേണം, ബ്ലോക്ക് ഇല്ലാതെ. ഞാനൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഖുഷി എന്ന് പറഞ്ഞൊരു സിനിമ, ഹായ്നാൻ എന്ന് പറഞ്ഞ സിനിമ ഒന്നും ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഖുഷി ഫിലിമിന് ഞാൻ കമ്പോസ് ചെയ്യാൻ പോയിരിക്കുമ്പം എൻ്റെ കൂടെ ഒരു 10-15 പേരാണ് ഒരു റൂമിലുള്ള. അപ്പം അവരുടെ പ്രസൻസിലാണ് ഞാൻ കമ്പോസ് ചെയ്യുന്നത്. അപ്പം അവിടെയും വേണമെങ്കിൽ എനിക്ക് ക്രിയേറ്റീവ്ലി ബ്ലോക്ക്ഡ് ആവാമല്ലോ. നോ, ഐ വാസ് ഏറ്റവും ഒരു ലക്കി ആയിട്ടുള്ളൊരു സ്പോട്ടല്ലേ, ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ആ ഓപ്പർച്യൂണിറ്റീനെ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്ത സോങ്സാണ്. നമ്മുടെ ഈ ഒരു മ്യൂസിക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള സമയം കിട്ടുന്നുണ്ടോ? അപ്പോൾ ഈ തിരക്കിൻ്റെ അത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പം കമ്മിറ്റ് ചെയ്ത സിനിമകളിൽ സോങ്സ് ഉണ്ടല്ലോ, ആ സോങ്സിൻ്റെ കമ്പോസ് ചെയ്യുന്ന സെഷൻസ് ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഒരു പുതിയ രാഗം ഇപ്പോൾ ഞാൻ നമ്മുടെ വൺസ് മോറിൽ തന്നെ ഒരു ലവ് സോങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ എനിക്ക് രാഗ് മാന്ത് എന്ന് പറഞ്ഞിട്ടൊരു രാഗമുണ്ട്. അപ്പോൾ മാന്ത് എന്നാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ, ഫോർഗിവ് മീ ഇഫ് ഇറ്റ്സ് റോങ്. അപ്പം ആ രാഗം എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അതിലൊരു പാട്ട് ചെയ്യണമെന്ന് ഓർത്തു. അപ്പോൾ അത് ട്രൈ ചെയ്തു. പക്ഷേ ഡയറക്ടറിന് അത് വർക്കായില്ല, ആ മൂഡ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നേരെ വേറെ എനിക്ക് തോന്നുന്നു ശങ്കരാഭരണം റൂട്ടിലാണ്, ആ റൂട്ടിലൊരു വേറെ ട്രാക്ക് ചെയ്തു, ഓക്കെ ആയി. അപ്പോൾ അത് ലേണിംഗ് പ്രോസസ്സാണ്. അപ്പം ഞാൻ ഇപ്പം നളനഗാന്ധി അല്ലെങ്കിൽ കരഹരപ്രിയ, കുറേ രാഗങ്ങളിങ്ങനെ രീതി കൗള, ഇപ്പം വൺസ് മോറിൽ ഇതയം സൊന്നാൽ കേൾക്കാതെ എന്ന് പറഞ്ഞ് വിനീതേട്ടൻ പാടിയ ട്രാക്കുണ്ട്. അത് രീതി കൗള ട്രാക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് ലേണിംഗ് എക്സ്പീരിയൻസ്. അപ്പം നെക്സ്റ്റ് ടൈം ഒരു ഫിലിം വരുന്ന സമയത്ത് ഈ രീതി കൗള രാഗത്തിലൊരു സോങ് ഉണ്ടാക്കുവാണെങ്കിൽ അത് എന്ത് തരം ഇമോഷൻ ഇവോക്ക് ചെയ്യുന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ എനിക്ക് അങ്ങനെയാണ് പഠിക്കുക. ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ സംശയം വരുമ്പോൾ ആരെയും പെട്ടെന്ന് വിളിച്ച് ചോദിക്കാറ്? ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റ് ഉള്ളത് കൊണ്ട് അതാണ് ഫസ്റ്റ് ടീച്ചർ. ഫസ്റ്റ് നേരെ ഗൂഗിൾ അടിക്കുക അല്ലെങ്കിൽ യൂട്യൂബ്. പിന്നെ അങ്ങനെ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാഷുണ്ട് കൊല്ലം ബാലമുരളി സാറിനെ വിളിക്കും, സാറിനോട് ഡൗട്ട്സ് ചോദിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള മ്യൂസീഷ്യൻസ് എല്ലാവരും വെൽ ട്രെയിൻഡാണ്. ഇപ്പം ഗിറ്റാറിസ്റ്റ് സുമേഷ് ഏട്ടൻ, അല്ലെങ്കിൽ വയലിൻ വായിക്കുന്ന ഫ്രാൻസിസ് ഏട്ടൻ. അപ്പം നമ്മുടെ സെഷൻസ് കമ്പോസ് ചെയ്യുമ്പോൾ ഇവരാരെങ്കിലും ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ഈ രാഗത്തിൽ നമുക്ക് ചെയ്താലെന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി സുമേഷ് ഏട്ടനൊക്കെ ഓൾറെഡി ആ രാഗത്തിലുള്ളൊരു റിഫൊക്കെ വായിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ നമ്മുടെ ഹൃദയം ഫിലിമിൽ തന്നെ ഞാനും വിനീതേട്ടനും ഒരു രാഗം ചൂസ് ചെയ്തിട്ട് നമ്മൾ സ്കോർ ചെയ്ത ഏരിയ ഉണ്ട്. സാമ്പാർ സാദം എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്റർ കോഫി എന്നൊരു സ്കോർ ഉണ്ടായിരുന്നു. അതൊരു രാഗമാണ്. അപ്പോൾ ആ രാഗം നമ്മൾ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പോസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ
ഹൃദയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഈ പുതിയൊരു ലോകം എന്ന് പറയുന്ന പാട്ടാണ്. എനിക്കൊന്ന് ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആണ്. ആ സമയത്ത് ഹിറ്റായ പാട്ടുകളെക്കാളും പിന്നീട് കുറച്ചുകൂടി ആളുകൾ റിപ്പീറ്റ് വാച്ചിങ് വരുന്ന ഒരു പാട്ടും കൂടിയാണ്. ശരിക്കും ആ പാട്ടിൻ്റെ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടാണോ വിനീത് ശ്രീനിവാസൻ ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞത്? ഒരു ബ്രീഫ് ഉണ്ടായിരുന്നു ശ്രീഷ. വിനീതേട്ടനൊരു അതായത് ഒരു പുതിയ ലൈഫ്, ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ടിംഗ് ആണ്, ഒരാളുടെ പുതിയ ലൈഫ് സ്റ്റാർട്ടിംഗ് ആണ്, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ആ ട്രാക്ക് ഉണ്ടാകുന്നത്. അതിപ്പോൾ നമ്മൾ 2-3 ദിവസമൊക്കെ ഒരുമിച്ചിരുന്ന് ഒന്ന് ജാമൊക്കെ ചെയ്തിട്ടാണ് ആ ട്രാക്കിലേക്ക് എത്തിയത്. എനിക്കൊന്ന് ആ ട്രാക്ക് പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമാണ് വിനീതേട്ടൻ ഷൂട്ട് ചെയ്തത് ആ സോങ്. ആ സമയത്ത് എനിക്കൊന്ന് കോവിഡ് കാലഘട്ടത്തിലാണ് നമ്മൾ ആ സോങ് ചെയ്തത്. ആ സോങ് വന്നതിന് ശേഷമാണ് പിന്നെ തിരുമേനി ലിറിക്സ് എഴുതി, അതിന് ശേഷമാണ് വിനീതേട്ടൻ ഷൂട്ട് ചെയ്തത്. പക്ഷെ അതിൽ ഈ ക്ലാസിക്കൽ ഇൻഫ്യൂഷൻ നമ്മൾ ഓർത്തതല്ല. ഇപ്പം അതിൽ വിമൽ റോയ് ആണ് പുതിയൊരു ലോകം, പിന്നെ അതിൽ ഭദ്ര അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അത് ഈ പാടുന്ന സമയത്ത് ഞാൻ ഇൻബിൽട്ടായിട്ട് അങ്ങ് പാടിയതാ. പിന്നെ അതിന് ശേഷം വിനീതേട്ടൻ ലോക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്ത് നോക്കി ഇങ്ങനെ ഒരു സോങ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ആ സീൻ കാണുമ്പോൾ പ്രണവ് മോഹൻലാലിന്റെ റിയൽ ലൈഫുമായിട്ടും ഭയങ്കര മാച്ചായി തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ലൈഫ് ഓഫ് റാം എന്ന് പറഞ്ഞിട്ട് 96-ലെ പാട്ടുണ്ടല്ലോ, അതിന്റെ ഒക്കെ ഒരു എന്താ പറയുക ഒരു വേറൊരു വേർഷൻ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ശരിക്കും ചെയ്ത പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അത് ഭയങ്കര പാടായിരിക്കും പറയാൻ. റീസെന്റ് ഫേവറേറ്റ് ആണെങ്കിലും പറഞ്ഞു. ഇല്ല, എല്ലാം അതെനിക്ക് തോന്നുന്നു അങ്ങനെ ഇല്ല. ഞാൻ ആക്ച്വലി റിലീസായി കഴിഞ്ഞാൽ ദെൻ ആ സോങ് ഞാൻ കേൾക്കില്ല. ഇല്ല ഇല്ല, ഭയങ്കര കുറവാണ്. അതെന്താണ് അങ്ങനെ? കാരണം നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പോയി. ഇപ്പം എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്ത് ആ സോങ് കമ്പോസ് ചെയ്ത് ആ സോങ് പുറത്തിറങ്ങുന്ന വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ആ സോങ്ങിൻ്റെ കൂടെയുള്ള ജേണി കഴിഞ്ഞു. പിന്നെ എൻ്റെ ജേണി എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട സോങ്ങിലാണ് എൻ്റെ ജേണി. പിന്നെ ആ സോങ് ലിസണേഴ്സിൻ്റെയാണ്, പിന്നെ അത് അവർക്ക് വേണ്ടിയിട്ടാണ് ആ സോങ് അറിയാം. പിന്നെ വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുമ്പ് എപ്പോഴും ഹൃദയം ആൽബം കേൾക്കുകയും ഖുഷി ഒന്ന് കേട്ടു, വെറുതെ ഒന്ന് കേട്ടു, ഹയനാന വെറുതെ ഒന്ന് കേട്ടു. ദാറ്റ്സ് ഇറ്റ്. വീണ്ടും കേൾക്കുന്ന സമയത്ത് ഇന്ന ഭാഗങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു അങ്ങനെ തോന്നാറുണ്ട്? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ സോങ് അപ്പം ഇറങ്ങൂല. ഞാനത് ഇറക്കുകയാണെങ്കിൽ അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഞാനത് ആ പിൻ പോയിന്റ് വരെ ഞാൻ വർക്ക് ചെയ്യും. അതായത് ഈ സോങ് വർക്കാകുമെന്ന് എനിക്കൊരു ഇൻറ്റ്യൂഷൻ തോന്നിയാൽ അത് ഇറങ്ങുന്ന മോമെൻറ്റ് വരെ ഞാൻ ഹാപ്പി ആവാണ്ട് സംതൃപ്തനാവാണ്ട് ഒരിക്കലും ആ ട്രാക്ക് ഇറക്കില്ല. പിന്നെ വാട്ട്സ് ഔട്ട് ഇസ് ഔട്ട്. പിന്നെ അത് ഇറങ്ങി അത് കേൾക്കുമ്പോൾ ഇത് ബെറ്റർ ആക്കായിരുന്നു അങ്ങനത്തെ ഒരു മൈൻഡ് കൾച്ചർ എനിക്കില്ല. ഞാനത് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാറുമില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ട്രാക്കിലൊക്കെ ഈ ഒരു പ്രോസസ്സായി പോവും. ബെറ്റർ ആക്കാം. ചില നേരത്ത് നമ്മുടെ കൂടെയുള്ള ഡയറക്ടേഴ്സ്, ഇപ്പോൾ വിനീതേട്ടനൊക്കെ ആ കാര്യത്തിൽ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം ചില സോങ്ങൊക്കെ നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇതൊന്ന് മാറ്റിയിട്ട് മൈൻഡ് എപ്പോഴും വർക്കിംഗ് ആണ് വിനീതേട്ടന്. നമുക്ക് എന്തെങ്കിലും വേറെ എക്സൈറ്റിങ് ചെയ്താലോ. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഇൻക്ലൂഷൻസ് എല്ലാം എടുക്കും. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു 10 days ഞാൻ എടുത്ത് എൻ്റേതായ രീതിയിൽ ഞാനിരുന്ന് വർക്ക് ചെയ്തിട്ട് പിന്നെ ലോക്ക് ചെയ്യും ട്രാക്ക്. ആ 10 days ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യും. അതിപ്പം വാക്കണ്ണമ്മൻ്റെ കേസിലാണെങ്കിലും എനിക്ക് തോന്നുന്നു വാക്കണ്ണമ്മയൊക്കെ മിക്സ് ചെയ്യാൻ ഒരുപാട് നേരം എടുത്തു. ഹരിശങ്കറാണ് മിക്സ് ചെയ്തത്, നമ്മുടെ ഹൃദയം മിക്സ് ചെയ്ത ഹരിശങ്കറാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഹരീനെ എനിക്ക് തോന്നുന്നു കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒരു 10-20-25 വേർഷൻസ് മിക്സ് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നല്ലതാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു അത്രയും വേർഷൻ ആക്കി എന്ന് അല്ല, ഒന്ന് ഫൈനൽ ആക്കാനായിട്ട് കുറച്ച് പണിയായിരുന്നു. കാരണം അതിൽ ഈ വെസ്റ്റേൺ അക്കപ്പല്ല വരുന്നുണ്ട് ഈ വാക്കണ്ണമാൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, തിരുക്കുറളിൻ്റെ ലിറിക്സ് വെച്ചിട്ട്, പിന്നെ എൻ്റെ വോയിസ്, പിന്നെ ഉത്തരാൻ്റെ വോയിസ്, പിന്നെ കുറേ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുവന്നത് കൊണ്ട് നമ്മളിപ്പം വളരെ അപൂർവമല്ലേ ഇന്ത്യൻ ഇൻസ്ട്രുമെൻറ്റ്സ് കേൾക്കുന്നത് വളരെ കുറവാണ്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൽ, സൗത്ത് ഇന്ത്യൻ മൊത്തത്തിൽ. അപ്പോൾ ഈ തവിലും
തബലയും മൃദംഗവും നാദസ്വരവും ഒക്കെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഫൈൻഡിങ് കുറച്ച് നേരം എടുത്തു. ചേട്ടാ പൊതുവെ പാട്ടുകളിൽ അങ്ങനത്തെ കൊണ്ടുവരാറുണ്ടെന്ന് തോന്നുന്നു. ഡിപ്പെൻസ്. ഇപ്പം അഹമ്മദിൻ്റെ ഫിലിമിലൊക്കെ ഒന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു, ഇനിയിപ്പം അർജുൻ ദാസിൻ്റെ ഫിലിമിലൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഫിലിമല്ല. ആ സമയത്ത് നമുക്ക് ഇപ്പോൾ നാദസ്വരം കൊണ്ടുവരുമ്പോൾ എന്നെയും ഡയറക്ടറിനെയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെക്കും, അത്രേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇല്ല ഒരിക്കലും ഇല്ല. ഇപ്പം എൻ്റെ ഫേസ് ഇപ്പോൾ ആക്ച്വലി ഞാൻ ആ ഒരു ഒബ്ലീവിയൻ സ്പേസിലാണ്, ഭയങ്കര ബ്ലാക്ക്ഡ് ഔട്ടാണ്. കാരണം ചെയ്യേണ്ടതൊക്കെ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് ചെയ്തു. ഇനി ഇപ്പം എന്താണ് നമുക്ക് പുതിയത് ചെയ്യേണ്ട ഒരു സ്പേസിലാണ് ഇപ്പോൾ. AI വരെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഈ AIയുടെ ഒരു വരവ് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഭാവിയിലേക്ക്? എനിക്ക് തോന്നുന്നു അത് ക്രിയേറ്റീവ്ലി ഇറ്റ് വിൽ നോട്ട് അഫക്റ്റ് അസ്. കാരണം ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസിലൊക്കെ ഇപ്പം ഒരു സോങ് ഫീമെയിൽ സോങ് ആണ്, അപ്പം ഡയറക്ടറിന് അത് കേൾക്കണമെങ്കിൽ ഞാൻ പാടിയിട്ടത് സ്വിച്ച് ചെയ്യും, ഫീമെയിൽ വോയിസിലോട്ട് സ്വിച്ച് ചെയ്യും, എന്നിട്ട് ഹി വിൽ ഹിയർ ഇറ്റ്. അപ്പം അവർക്ക് ബെറ്റർ ജഡ്ജ്മെൻറ്റ് കിട്ടും. പിന്നെ അതിനുശേഷം യു വിൽ ഗോ വിത്ത് ദ ഫൈനൽ സിംഗർ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ആ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇതിന് ഈ എന്താ പറയുക ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ചില ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് AI യൂസ് ചെയ്ത് സ്വിച്ച് ചെയ്യാം. അപ്പോൾ അതൊരു വർക്ക് ഇൻ പ്രോഗ്രസ്സിന് വേണ്ടി മാത്രമേ നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഭാവിയിൽ ഒരുപക്ഷെ AI തന്നെ മ്യൂസിക് ഉണ്ടാക്കി AI തന്നെ പാടി നല്ല രീതിയിൽ പാട്ടുകൾ പുറത്തു വരുന്ന ഒരു കാലം ഉണ്ടാവുക എന്നുള്ള അങ്ങനെ ഒരു ഭയമുണ്ടോ? ഇപ്പം ഒരാൾ അതായത് ഒരു 10, 30 അല്ലെങ്കിൽ 40 വർഷത്തിൻ്റെ ഒരു ഈ എക്സ്പീരിയൻസ്, ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ഒരു AI മോഡലിൽ ഫീഡ് ചെയ്തിട്ട് പിന്നെ ആ AI കമ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്പീരിയൻസസ് വെച്ചിട്ടായിരിക്കും അവരത് കമ്പോസ് ചെയ്യുക. ആ സമയത്ത് അത് അവരെങ്ങനെ ചെയ്ത് വരും എന്നുള്ളതിൽ നോക്കിക്കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഇപ്പം ഞാനൊരു സോങ് ലവ് സോങ് കമ്പോസ് ചെയ്യുമ്പം എൻ്റെ എക്സ്പീരിയൻസുകളിൽ നിന്നും എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുമാണ് ആ പാട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു മെഷീൻ, ഒരു AI മെഷീൻ അത് എത്രത്തോളം കൺവിൻസിങ് ആയിട്ട് ചെയ്യുന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അതുപോലെ ഇപ്പോൾ ചേട്ടൻ ഈ ക്രൈം ഫയൽസിലും കേരള ക്രൈം ഫയൽസിലും സ്കോർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ത്രില്ലർ ചെയ്യുന്നതും അല്ലാതെയുള്ള ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതൊരു പ്രഷറായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു പ്രഷർ ബൈ നേച്ചർ ഉള്ളതാണ്. പ്രഷർ എല്ലാ വർക്കിലും എല്ലാ ഫീൽഡിലും ഉള്ള പോലെ തന്നെയുണ്ട്. ത്രില്ലർ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് ജോണർ. പിന്നെ എനിക്ക് അഹമ്മദിൻ്റെ കൂടെ അഹമ്മദ് ആയതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം KCF 1 നല്ല രീതിയിൽ അത് ഹിറ്റുമായി നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള ക്രൈം ഫയൽസ് സീസൺ 2 ചെയ്യുമ്പം ഉണ്ടാകുന്ന കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു. അപ്പോൾ അഹമ്മദിനും ഭയങ്കര കോൺഫിഡൻസ് ആണ്. അഹമ്മദിനെ പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്തിട്ടാണ് സ്കോർ ചെയ്യുന്നത്. പിന്നെ നമ്മളത് ഒന്നിച്ചിരുന്നിട്ടാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേറെ ചെയ്യുന്നതിൽ വേറെ പ്രഷറൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതൊന്ന് റിലീസാവാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പുണ്ട്. KCF 2 ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ കാരണം അത് അത്യാവശ്യം നല്ല രസമായിട്ട് അത് വന്നിട്ടുണ്ട്. ബാക്കി ഓഡിയൻസ് കാണണം. ഇപ്പോൾ ഇതുപോലെ ഈ ഡെഡ് ലൈൻ്റെ പ്രഷർ അതെങ്ങനെയാണ് ഈ പാട്ടിനെ ബാധിക്കുന്നത്? അതൊരു ഡിസിപ്ലിൻഡ് റൂട്ടിൻ ഫോളോ ചെയ്തേ പറ്റൂ. അത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല പ്രഷർ ഉണ്ടാവും. ഇപ്പം ഞാനൊക്കെ ചില നേരത്തെ അനുഭവിക്കുന്ന സ്ട്രെസ്, ഇപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി കമ്പോസ് ചെയ്യാമെന്ന് കരുതാം. അപ്പം നമുക്ക് ഇടയ്ക്കൊന്നൊരു ഫിലിമിന് പോകണം, അല്ലെങ്കിൽ ഇപ്പം എല്ലാ വെള്ളിയാഴ്ച ഓരോ സിനിമകൾ ഇറങ്ങുകയാണല്ലോ. അപ്പം ഏതെങ്കിലുമൊക്കെ ഒന്ന് പോയി കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവല്ലോ. അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകണം, വൈഫായിട്ടൊന്ന് പുറത്ത് പോകണം, അല്ലെങ്കിൽ ഇന്നെന്നാ വർക്ക് ചെയ്യേണ്ട. പക്ഷേ ഈ സമയമെല്ലാം ഇസ് കൗണ്ടഡ് എൻ്റെ കേസിൽ. കാരണം നമ്മൾ തെലുഗു ചെയ്യുന്നുണ്ട്, തമിഴ്, മലയാളം. ഇപ്പം ഞാനൊരു കന്നഡ സൈൻ ചെയ്തു, ഗോൾഡൻ സ്റ്റാർ ഗണേഷിൻ്റെ ഫിലിം. അതിപ്പോൾ ഉടനെ അനൗൺസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡെബ്യൂ ആണ് കന്നഡയിൽ. അപ്പോൾ നമ്മൾ ഈ പല ഭാഷയിലുള്ള ആൾക്കാരായതുകൊണ്ട് ഇവരൊന്നും ഇഷാമിൻ്റെ വേറെ ഫിലിംസിൻ്റെ കാര്യം അവരറിയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ വി ആർ ആൻസറബിൾ ടു ഓൾ ദി ഡയറക്ടേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ യു വിൽ ഹാവ് ടു സ്കിപ്പ് ത്രൂ. അപ്പോൾ ചേട്ടൻ്റെ ഒരു ദിവസത്തെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിരാവിലെ എണീറ്റിട്ട് ആണോ? മോർണിംഗ് ഒരു 6 to 9 ഒക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്യണം. പിന്നെ ഒരു 9 or 10
10 to പിന്നെ വൈകിട്ട് വരെ വർക്ക് പോകും. ഏതെങ്കിലും ഒരു ഡയറക്ടർ, ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും കൊച്ചിയിലേക്ക് വരുന്നുണ്ട്, എല്ലാ ഡയറക്ടേഴ്സും. മറ്റു ഭാഷയിലുള്ള എല്ലാവരും അതുകൊണ്ട് ഇപ്പം സ്റ്റുഡിയോ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ചിന്തയിലൊക്കെയാണ്. ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ. അപ്പം പല ആൾക്കാരും ഇപ്പോൾ വരാൻ തുടങ്ങി. അപ്പം അതും ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. സോ ഇറ്റ്സ് ഓൾ ഗോഡ്സ് ബ്ലെസ്സിങ്. ശരിക്കും ഒരു മ്യൂസീഷ്യൻ്റെ സ്റ്റുഡിയോ എന്ന് പറയുമ്പം അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ, ഇപ്പം ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം അപ്കമിങ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസിന് കൂടി ഗുണകരം ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. ശരിക്കും അതിൻ്റെ ഒരു ചിലവ് എത്രത്തോളമാണ് വരുന്നത്, ഒരു ബേസിക് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലോ? ഇല്ല, അത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എക്യുപ്മെൻറ്റ്സ് ആക്ച്വലി. ഇപ്പോൾ ഞാനൊക്കെ ദർശന സോങ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഒരൊറ്റ ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ. ഒരു ലാപ്ടോപ്പും ഒരു ഹെഡ്ഫോണും ഒരു മൈക്കും, ദാറ്റ്സ് ഓൾ. എൻ്റെ റൂമിലൊരു ഫാനും AC പോലും സ്പീക്കേഴ്സ് പോലും ഉണ്ടായിരുന്നില്ല. ആ ഒരു റൂമിലേക്കാണ് വിനീതേട്ടൻ വരുന്നത്. ഒരു അരമണിക്കൂറിനുള്ളിൽ ആ പാട്ട് കമ്പോസ് ചെയ്തതിന് ശേഷം ഇത് ലോക്കായതിന് ശേഷമാണ് പിന്നെ എനിക്ക് അഡ്വാൻസ് തന്നു. ആ അഡ്വാൻസ് എമൗണ്ട് വെച്ചിട്ടാണ് വിനീതേട്ടൻ അപ്പം തന്നെ വിളിച്ചാൽ നീ വേഗം പോയി ഒരു സ്പീക്കറും AC എടുക്കാൻ. കാരണം നമുക്ക് ഒബ്വിയസ്ലി റൂമിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ എയർ കണ്ടീഷനിങ് നമുക്ക് ചൂടാവുമല്ലോ. എക്യുപ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹീറ്റ് വരും. അങ്ങനെയാണ് AC-യും സ്പീക്കറും ഒക്കെ വാങ്ങിച്ചത്. ഏത് സന്ദർഭത്തിൽ നിന്നാലും നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റണം. കമ്പോസേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏത് സാഹചര്യത്തിലിരുന്നാലും കമ്പോസ് ചെയ്യാൻ പറ്റണം. അപ്പം അതിൽ ഇന്ന മൈക്കോ ഇന്ന സിസ്റ്റമോ അതിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ വന്നോളും, അതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോഴും 10-20 വർഷം ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്കൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ യൂസ് ചെയ്ത ഹെഡ്ഫോൺ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതിൽ തന്നെ ഞാൻ പാട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ പുതിയ ഗാഡ്ജറ്റ്സും എക്യുപ്മെൻസും ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ അപ്പം എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി പാടാം. നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു, ഒരു നോക്കു നൽകാതകന്നു നീ, ഓർക്കുന്ന നേരം കനലാണു നെഞ്ച്, മറുവാക്ക് ചൊല്ലാത്തതെന്തേ, ഏതൊരാഴത്തിൽ മൂടി വെച്ചാലും അഴകേ, മനസ്സു തേടിയെത്തുന്നു നിന്റെ ഈ പുഞ്ചിരി, നീയാ മധുവേ നുകരാൻ കാത്തു ഞാൻ ദർശന, സർവം സദാ നിൻ സൗരഭം ദർശന, എൻ ജീവന സായുജ്യം ദർശന, സ്നേഹാമൃതം എന്നിലേക്കോ ദർശന. ശരിക്കും ഈ പാട്ട് കേട്ടിട്ട് ഏതെങ്കിലും ഒരു ആരാധകൻ വന്നൊരു വിയേർഡായിട്ടുള്ള എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? മെസ്സേജോ അല്ലെങ്കിൽ നേരിട്ട് വന്നതോ കോളോ അങ്ങനെ എന്തെങ്കിലും? ഇഷ്ടം, അതായത് ആ സോങ്ങിനോടുള്ളൊരു ആരാധനയും ആ സോങ്ങിനോടുള്ള ഇഷ്ടത്തിൻ്റെ പ്രതിഫലനം എന്ന രീതിയിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു ഒരു സൗണ്ട് എഞ്ചിനീയർ എന്നെ വിളിച്ചിട്ട്, എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഡേ റിലീസിൻ്റെ അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പാട്ട് കേട്ടിട്ട് ഹെഡ്ഫോൺ മാറ്റിയിട്ട് കുറേ നേരം ഞാൻ ഇരുന്ന് കരഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു എപ്പോഴായിരിക്കും ഒരു എന്നെ മൂവിപ്പിക്കാൻ പറ്റുന്നൊരു സോങ് വരുന്നത്. അത് എനിക്കിത് നിന്ന് കേട്ടപ്പോൾ എനിക്ക് ഗൂസ് ബംസ് വന്നു. അത് എനിക്ക് ഒരു പക്ഷേ എൻ്റെ ഫസ്റ്റ് കോൾ ആയതുകൊണ്ടാവാം, അതിപ്പോഴും എൻ്റെ മനസ്സിൽ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. പുള്ളീനെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യിപ്പിച്ചു. കാരണം എനിക്കും ഈ ദിൽസേ സോങ്ങൊക്കെ, ദിൽസേ ഫിലിമിലെ പാട്ടൊക്കെ അതൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം അത് കേട്ടപ്പോൾ ഉണ്ടാവുന്നൊരു ഫീലിംഗ് ഭയങ്കരമായിരുന്നു. അപ്പം പുള്ളീൻ്റെ സംസാരത്തിൽ എനിക്കത് ഫീൽ ചെയ്തു, ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. പിന്നെ അത് ഇപ്പം ഈ ഖുഷീൻ്റെ കേസിലും ഹൈനാനയുടെ കേസിൽ ചേട്ടനും ഭയങ്കര ഇമോഷണലായിട്ട് കുറേ നാളിരുന്നു എന്നുള്ളത് ഭയങ്കര അറ്റാച്ച്. എനിക്ക് ആ ഫിലിം കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം ഒരു മാസത്തോളം എനിക്ക് സ്റ്റുഡിയോയിൽ എനിക്ക് എന്താണ് ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാട്ടിനോടാണോ അതോ ഇല്ല, മൊത്തം ആ സിനിമ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട്. കാരണം ഒരുപക്ഷെ ആ ഡയറക്ടർ എനിക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുള്ള. അപ്പം നമ്മൾ അങ്ങനെ ആഴത്തിലിരുന്ന് വർക്ക് ചെയ്യുമല്ലോ. പിന്നെ നാനി സാറും ഒക്കെ എപ്പോഴും 2 ദിവസം കൂടുമ്പോൾ അതിൽ നടൻ നാനി സാർ എപ്പോഴും വരും.
റീൽസ് കാണാനും സ്കോർ കേൾക്കാനും ഒക്കെ. പിന്നെ നമ്മൾ മ്യൂസീഷ്യൻസും ഒരു 10-15 മ്യൂസീഷ്യൻസ് എല്ലാവരും ഒരുമിച്ചായിരുന്നു 35 ദിവസത്തോളം ഹൈദരാബാദിൽ. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് ആ വർക്കിനെയൊക്കെ ഹെൽപ്പ് ചെയ്തു മ്യൂസീഷ്യൻസ് എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട്. അതിൽ ഇതളെന്ന് പറഞ്ഞ പാട്ടിൻ്റെ പാടാം. ആ പാട്ടിൻ്റെ കഥ ഭയങ്കര രസമാണ്. ആ പാട്ട് ഒരിക്കലും ഓർത്തില്ല ആ സോങ് ഇത്രയും ആൾക്കാരിലേക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വൈറലായത്. അത് നജീമിനോടും താങ്ക്സ് പറയണം. നജീം അത് ഗംഭീരമായിട്ട് പാടിയ ആ പാട്ട്. അതുപോലെ കാർത്തിക്, തെലുഗുല് കാർത്തികാണ് പാടിയത്. ഈതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറയെ പൂക്കുന്നൻ തീരാ മോഹത്തുമ്പാലെ ഇനിയും എന്നുള്ളം നോവല്ലേ അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ മുകിലേ നീ മെല്ലെ പെയ്യും കൂടെ ഓർത്തില്ലേ പടരും ഈ സ്നേഹം മാത്രം പാടെ മായ്ക്കാതെ നിറയെ തരരരര തരരരര ഇനിയും എന്നുള്ളം നോവല്ലേ. ശരിക്കും അലിഞ്ഞു പോകുന്ന ഒരു പാട്ടെന്ന് തന്നെ പറയാം. താങ്ക് യു. അത് ആ സിനിമേന്റെ ഇൻസ്പിറേഷനാണ്. അതിന്റെ വിഷ്വൽസും അതൊക്കെയാണ് നമുക്ക് അങ്ങനെ ആ ഒരു കുഞ്ഞിനെ ആ ഒരു ഇതളെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടച്ച് ഉണ്ട് അതിന്. അതിന്റെ ലിറിക്സ് എഴുതിയത് അരുണാലാട്ടാണ്. അരുണാണ് ദർശനേന്റെ ലിറിക്സ് എഴുതിയത്. ഓ, അപ്പോൾ ഈ പാട്ടുകളെല്ലാം ഇനി വരാൻ പോകുന്ന പാട്ടുകളും ഒക്കെ ഇനി കൂടുതൽ മനോഹരമാവട്ടെ. വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളൊക്കെ എന്തായാലും കൂടുതൽ സൂപ്പർ ഹിറ്റ് ആവട്ടെ. കൂടുതൽ ഭാഷകളിലേക്ക് കൂടി ഈ ഒരു സംഗീതം വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. താങ്ക് യു.